അങ്ങനെ നമ്മുടെ ഓണം കഴിഞ്ഞുല്ലേ. അത്തം മുതൽ നമ്മൾ 10 ദിവസം വരെ ഓണാഘോഷം ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി, അതേപോലെ തന്നെ അത്തം മുതൽ 10 ദിവസം വരെ തന്നെ നമ്മൾ ഓണപ്പൂക്കളം ഇടും. അങ്ങനെ നമ്മൾ ഓണപ്പൂക്കളിടലും ഓണാഘോഷം അങ്ങനെയായിട്ട് നമ്മുടെ ഓണം എന്ന് പറയുന്നത് കഴിഞ്ഞു. നമുക്ക് ഓണം വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷവും സന്തോഷമൊക്കെയാണ്. പക്ഷെ അത് വരിക എന്ന് പറഞ്ഞാൽ ഓണം വേഗം പോണതും വരുന്നതും ഒന്നും അറിയില്ല അല്ലേ. അപ്പോൾ ഇതേ നമ്മുടെ അത്തം മുതൽ 10 ദിവസം വരെയുള്ള പൂക്കളം ഇടലും ഓണാഘോഷം അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതേ ഇന്നിപ്പോൾ തിരുവോണമായി. തിരുവോണത്തിന് എല്ലാവരും നല്ല ഡ്രസ്സ്, തിരുവോണത്തിന് മാത്രമല്ല അതിൻ്റെ മുന്നേ ഓണം ആയി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ ഇടലും വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വിരുന്ന് പോക്ക് വീട്ടിലേക്ക് വേഗം പോയിട്ട് പോന്നു. ഓണത്തിന് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. അപ്പോൾ ഇതേ നമ്മളിവിടെ ഓണത്തിന് ആദ്യം തന്നെ പഴമാണ് പുഴുങ്ങിയത്. പഴം ഇവിടെ നിർബന്ധമാണ് പുഴുങ്ങിയിട്ട്, കാരണം പഴം പുഴുങ്ങിയത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഴം പുഴുങ്ങി വെച്ചു. പിന്നെ ഇതേ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേ ഒരു ഓണപ്പൂക്കളം പോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് പല കളറിൽ. അപ്പോൾ ഓണമായ നമ്മൾ എന്താ പറയുക, ഒരുപാട് കറികൾ ഉണ്ടാവൂലേ നമ്മൾ സദ്യക്ക്. അപ്പോൾ നമ്മളെന്താ ഓണത്തിന് ഇത് എത്ര കറികൾ വെച്ചാലും നമുക്ക് ഇല നിറച്ച് കറികൾ കാണണം സദ്യ ആകുമ്പോൾ. അങ്ങനെയാണല്ലോ, നമ്മൾ ഏത് സദ്യക്ക് പോലും നിറയെ കറികളല്ലേ. അപ്പം ഞാനിത് എന്നെക്കൊണ്ട് പറ്റണ മാതിരി ഒരുപാട് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 13 ഉണ്ട് കറികൾ. അപ്പോൾ അതിന് ഇത്രയും മാത്രം കഴിക്കാനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും ഓണല്ലേ, നമുക്ക് ഇല നിറച്ച് കറികൾ വേണ്ടേന്ന് ചോദിച്ചിട്ട് ഇത് ഇത്രയും കറികൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പഴം പുഴുങ്ങി, പപ്പടം കാച്ചി, ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിയൽ, പിന്നെന്താ രസക്കാളൻ, കാബേജ് തോരൻ, ബീട്രൂട്ട് തോരൻ, പിന്നെ ഒരു നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി, എന്തെന്ന് വേണം അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇതേ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ മോൾക്ക് ഓണക്കോടി എടുത്തത് ഉള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് അവളുടെയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടേക്കും പോയില്ല, ഇവിടെ തന്നെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ മോളുടെ എടുത്തു. പിന്നെ എല്ലാവരുടെയും എടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് തിരക്കാവുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് അടുക്കളയിലത്തെ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഒന്നിനും നേരം കിട്ടില്ല ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും. അപ്പം ഞാൻ തന്നെ ഇത് എടുക്കാനും ഒക്കെ നിൽക്കണ കാരണം ഞാൻ എൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ എടുത്തില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണസദ്യകളും കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോഷൂട്ടും മോളുടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചില്ലേ?